Hi learners, welcome to the I Plus Training Solutions new video. 2025 ഡിസംബറിൽ നടന്ന നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പാർട്ട് 1, പാർട്ട് 2 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ സ്കോപ്പും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. Question number 65. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Assertion. Hyper-local journalism strengthens community engagement but struggles with the financial sustainability. Hyper-local journalism എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ചെയ്യുന്നത്? നമ്മുടെ വളരെ ലോക്കൽ ആയിട്ടുള്ള മീഡിയ ചാനൽസ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പത്രങ്ങളൊക്കെ നമ്മൾ മിഡ് ഡേ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈവനിങ് ന്യൂസ് പേപ്പേഴ്സ്, അവരൊക്കെ കൂടുതലായിട്ടും അല്ലെങ്കിൽ ലോക്കൽ കേബിൾ TV ചാനൽസ് അവരെല്ലാം കുറെ കൂടി ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് അത്തരത്തിലുള്ള ജേർണലിസം സ്ട്രെങ്തൻസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ബട്ട് സ്ട്രഗിൾസ് വിത്ത് ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി. അവര് ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിനോട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതാണ് അസേർഷൻ. ദെൻ റീസൺ, അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഹൈപ്പർ ലോക്കൽ ഔട്ട്ലെറ്റ്സ് റിലേ ഓൺ നീഷെ ഓഡിയൻസ്. അതൊരു നീഷെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു പ്രത്യേക ഓഡിയൻസിന്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ പോലുള്ള ഇന്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതല്ല ആ ഒരു ചാനല്. ലിമിറ്റിംഗ് അഡ്വർടൈസിങ് റവന്യൂ കമ്പയർഡ് ടു മെയിൻ സ്ട്രീം മീഡിയനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കിട്ടുന്ന ആഡ് റവന്യൂ എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതാണോ അസർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ? അസർഷനും റീസണും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഈ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കേട്ടിടത്തോളം എന്താണ് മനസ്സിലായത്? അസർഷൻ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത് ലോക്കൽ ഹൈലി ലോക്കൽ മീഡിയാസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി സസ്റ്റെയിൻ ആവാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ റീസണും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് തന്നിട്ടുള്ളതും. അപ്പൊ അതിന്റെ കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈപ്പർ ലോക്കൽ ജേർണലിസം ഫോക്കസസ് ഓൺ വെരി സ്മോൾ ജോഗ്രഫിക്കൽ കമ്മ്യൂണിറ്റീസ് സച്ച് ആസ് നെയ്ബർഹുഡ്സ്, ടൗൺസ് ഓർ ഡിസ്ട്രിക്റ്റ്. അങ്ങനെയാണല്ലോ മിക്കവാറും ആ ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഒരു ചാനൽ, അങ്ങനെയാണ് എല്ലാ ലോക്കൽ കേബിൾ TV ചാനൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റ് യൂഷ്വലി കവേഴ്സ് ലോക്കൽ ഗവേണൻസ്, സെൽഫ് ഗവൺമെന്റ് ന്യൂസ് ഒക്കെ കൂടുതലായിട്ട് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതൊക്കെ ഇത്തരത്തിലുള്ള മീഡിയയിലായിരിക്കും. അതേസമയം മെയിൻ സ്ട്രീം മീഡിയാസ് ആ ന്യൂസിനെ, ഓരോ നാട്ടിലത്തെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ന്യൂസിനെ അത്ര പ്രാധാന്യമുള്ളതാണെങ്കിൽ മാത്രമേ മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അത് ലോക്കൽ ചാനലുകളിലായിരിക്കും, അല്ലെങ്കിൽ പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിൽ ലോക്കൽ ന്യൂസ് വരുന്ന ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി ഇവന്റ്സ് വരുന്നു, ലോക്കൽ പ്രോബ്ലംസ് ആൻഡ് സിറ്റിസൺ ഇഷ്യൂസ് വിച്ച് ഹെൽപ്പ് ഇൻക്രീസ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻഗേജ്മെന്റ്. ഇതിന് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂസിന്റെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് പറഞ്ഞപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ട്, പ്രോക്സിമിറ്റി അതിലൊരു ഘടകമാണ്. സോറി, നമ്മളുടെ ആ ഒരു ന്യൂസ് ഹാപ്പൻ സംഭവിക്കുമ്പോൾ എങ്ങനെയാണോ അത് ഓരോരുത്തരെയും ബാധിക്കുന്നത്, അവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്കോ കമ്മ്യൂണിറ്റിക്കോ സംഭവിച്ചിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ന്യൂസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ള താല്പര്യം കൂടും. ആളുകൾ കൂടുതൽ നേരം ആ ന്യൂസിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഇതിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ചാനലായാലും പത്രത്തിന്റെ ലോക്കൽ പേജ് ആയാലും നമ്മളുടേതായ ന്യൂസുകളൊക്കെ അറിയാനായിട്ട് നമ്മൾ ആ പേജുകളാണ് നോക്കുക, നമ്മുടെ ഓരോ നാട്ടിലെയും വിശേഷങ്ങൾ അറിയാൻ. However, such media outlets often struggle to remain financially sustainable ആകാനായിട്ട് അവർക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അസർഷൻ ഇസ് കറക്റ്റ്. Then reason means
Reason is hyper-local media generally serve small and niche audience. ഒരു ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ലിമിറ്റഡ് ആണ് ആളുകൾ എടുക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ആളുകളിലേക്ക് മാത്രമല്ലേ ആ ചാനൽ എത്തുന്നുള്ളൂ. വിച്ച് മീൻസ് ദയർ റീച്ച് ഈസ് ലിമിറ്റഡ് കമ്പയർഡ് ടു മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പേഴ്സ് ഓർ മെയിൻ സ്ട്രീം ടെലിവിഷൻ ചാനൽസ് ഓർ ലാർജ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. Because of this limited audience size, the advertising revenue is also smaller, creating financial challenges. Hence, reason is correct. So, assertion and reason is correct. So, the relationship between assertion and reason എന്ന് പറയുന്നത് limited audience and restricted advertising opportunities directly lead to financial sustainability problems. ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റേബിൾ ആകുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഫോർ ഹൈപ്പർ ലോക്കൽ ജേർണലിസം ഈവൻ ത്രൂ ഇറ്റ് സ്ട്രെങ്തൻസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. അതേസമയം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നുണ്ട്. സോ ദ അസർഷൻ ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ. നെക്സ്റ്റ് വൺ, identify the expert who postulated that new media architect is built around technological features of older media. ഓൾഡർ മീഡിയയുടെ എല്ലാ തരത്തിലുമുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ന്യൂ മീഡിയയുടെ ആർക്കിടെക്ചറിനെ ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചത് ഏത് എക്സ്പേർട്ടാണ്? Identify the expert who postulated that new media architecture is built around technological features of older media. Jean Baudrillard, A. Appadurai, Lev Manovic, Manuel Castells. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് ലെൻ മനോവിക് ആണ്, ലവ് മനോവിക് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ, the idea that new media architecture is built around the technological features of older media was proposed by Lev Manovic. ആ ഒരു പേര് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇൻ ഹിസ് ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ഈ ബുക്കിന്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ എന്ന് പറയുന്നത് 2001 പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്നറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ല ഇവിടെ നിന്ന് ചോദിക്കുക. ഇതിലിപ്പോ ഓതർ ആരാണോ ഇത് പോസ്റ്റുലേറ്റ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ലവ് മനോവിക് ആണ് അതിന്റെ ആൻസർ. അതേസമയം ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഓതറുടെ പേരും ബുക്കിന്റെ പേരും ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ലവ് മനോവിക്. ഇനി ഈ ബുക്സിനെ പബ്ലിഷ് ചെയ്തതിന്റെ ഓർഡറിൽ അനുസരിച്ച് സീക്വൻഷ്യൽ ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇയറും പഠിച്ചിരിക്കണം. 2001 ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ റിലീസ് ചെയ്യുന്നത്. Manovic argues that new media does not completely replace older media. ന്യൂ മീഡിയ ഒരിക്കലും ഓൾഡർ മീഡിയനെ റീപ്ലേസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് അഡാപ്റ്റ് ആൻഡ് റീസ്ട്രക്ചേഴ്സ് എലമെന്റ്സ് ഓഫ് ഓൾഡർ മീഡിയ ഫോംസ് സച്ച് ആസ് സിനിമ, ഫോട്ടോഗ്രാഫി, പ്രിന്റ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻ വിത്തിൻ ഡിജിറ്റൽ എൻവയോൺമെന്റ്. നമ്മൾ ഇതിനെല്ലാം, ഇപ്പൊ സിനിമ നമ്മൾ ഓൾഡർ മീഡിയയിൽ കണ്ടിരുന്നു, ഫോട്ടോഗ്രാഫി നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു, പ്രിന്റ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടു. ഇതെല്ലാം തന്നെ നമ്മുടെ ന്യൂ മീഡിയയിലും യൂസ് ചെയ്യുന്നില്ലേ? എല്ലാം വിഷ്വൽ ഫോർമാറ്റിൽ വരുന്നു, ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്നു, ഗ്രാഫിക് ഡിസൈൻ യൂസ് ചെയ്യുന്നു. അതെല്ലാം കുറച്ചുകൂടി അതിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ആർക്കിടെക്ചറിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, അതിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൾഡർ മീഡിയയുടെ ടെക്നിക്സിനെയൊക്കെ തന്നെയാണ്. ഹി ഓൾസോ ഐഡന്റിഫൈഡ് 5 പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ മീഡിയ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്ത് പറയുന്നുണ്ട്? 5 പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ മീഡിയ എന്താണെന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. ന്യൂമെറിക്കൽ റെപ്രസെന്റേഷൻ, മോഡുലാരിറ്റി, ഓട്ടോമേഷൻ, വേരിയബിലിറ്റി, ട്രാൻസ്കോഡിംഗ്. ഇതൊക്കെയാണ് 5 പ്രിൻസിപ്പിൾസ്, ന്യൂ മീഡിയയുടെ 5 പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ന്യൂമെറിക്കൽ റെപ്രസെന്റേഷൻ, മോഡുലാരിറ്റി, ഓട്ടോമേഷൻ, variability and transcoding. These principles explain how digital technologies transform
ആൻഡ് റീഓർഗനൈസ് ട്രഡീഷണൽ മീഡിയ സ്ട്രക്ചേഴ്സ്. എങ്ങനെയാണ് ആ ഒരു ഓൾഡർ മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ ടെക്നോളജിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ട്രഡീഷണൽ മീഡിയയുടെ സ്ട്രക്ചറിനെ ഇതിൽ എങ്ങനെയാണ് റീഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 5 പ്രിൻസിപ്പിൾസിലൂടെ വെളിപ്പെടുത്തുന്നത്. വൈ ദ അതർ ഓപ്ഷൻസ് ആർ ഇൻകറക്റ്റ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഇതിന്റെ ഓപ്ഷൻസിൽ കുറച്ച് മറ്റു ചില ഓതേഴ്സിന്റെ സ്കോളേഴ്സിന്റെ പേരൊക്കെ കണ്ടു. അപ്പൊ അത് അവര് ആരാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ജീൻ ബോഡ്രിലാൻഡ് എന്ന് പറയുന്നത് നോൺ ഫോർ ദ തിയറി ഓഫ് സിമുലേഷൻ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. അതിന്റെ ഓതറാണ് ജീൻ ബോഡ്രിലാൻഡ്. അതുപോലെ തന്നെ ഹൈപ്പർ റിയാലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ന്യൂ മീഡിയ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടല്ല. ഇതില് സിമുലേഷനെയും ഹൈപ്പർ റിയാലിറ്റിനെയും കുറിച്ചിട്ടാണ് ജീൻ ബോഡ്രിലാൻഡിന്റെ ബുക്സിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസിലൊക്കെ പറയുന്നത്, ന്യൂ മീഡിയ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടല്ല. അതുപോലെ തന്നെ അർജുൻ അപ്പാദുരൈ, അപ്പാദുരൈ എന്നുള്ള പേരിൽ അതിൽ കണ്ടു. അദ്ദേഹം അറിയപ്പെടുന്നത് ഗ്ലോബൽ കൾച്ചറൽ ഫ്ലോസ്, എത്നോസ്കേപ്സ്, മീഡിയസ്കേപ്സ് തുടങ്ങിയ ഗ്ലോബൽ കൾച്ചറൽ ഫ്ലോസിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ. ദെൻ മാനുവൽ കാസ്റ്റൽസിന്റെ ബുക്കിന്റെ പേര് എപ്പോഴും തന്നെ നമ്മളുടെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമ്മൾ കാണാറുണ്ട്. നെറ്റ്വർക്ക് സൊസൈറ്റി ആൻഡ് ഇൻഫോർമേഷൻ ഏജ്, അതൊക്കെ അദ്ദേഹത്തിന്റെ മാനുവൽ കാസ്റ്റൽസിന്റെ കോൺസെപ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആർക്കിടെക്ചർ ഓഫ് ന്യൂ മീഡിയ, പിന്നെ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ എന്ന് പറയുന്നത് ആ ഒരു ബുക്കിന്റെ പേരാണ്. ഇനി ന്യൂ മീഡിയയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ മീഡിയയുടെ എല്ലാ ടെക്നിക്സും യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറിനെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് ലെവ് മനോവിക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 67, PC ജോഷി വർക്കിംഗ് ഗ്രൂപ്പ് ഹാസ് റെക്കമെൻഡഡ്. എന്തൊക്കെയാണ് PC ജോഷി കമ്മിറ്റിയിലെ ആ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ഡീസെൻട്രലൈസേഷൻ ഓഫ് ദൂരദർശൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽസ്, ക്രിയേഷൻ ഓഫ് നാഷണൽ ദൂരദർശൻ കൗൺസിൽ, അപ്പോയിന്റ്മെന്റ് ഫോർ ലൈസൻസിംഗ് ബോർഡ് ഫോർ ഫ്രാഞ്ചൈസി സ്റ്റേഷൻ, ക്രിയേഷൻ ഓഫ് പ്രസാർ ഭാരതി. ഇതില് 5 ഓപ്ഷൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതിന്റെ നമുക്ക് ആൻസറിന്റെ ഓപ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 എണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2 എണ്ണത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. തന്നിട്ടുള്ള 5 ഓപ്ഷൻസിൽ ആദ്യത്തെ 3 എണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് ദൂരദർശൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽസ്, ക്രിയേഷൻ ഓഫ് നാഷണൽ ദൂരദർശൻ കൗൺസിൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ PC ജോഷി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അതിൽ ദൂരദർശന്റെ അല്ല, അതിന്റെ ഒരു ഫ്രാഞ്ചൈസിനെ ക്രിയേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രസാർ ഭാരതിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ റോങ് ആണ്. അത് ഈ PC ജോഷി കമ്മിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതല്ല. So answer is the first one, A, B and C. Next one, who commented? Third world people tend to be portrayed very negatively as passive victims of an unexplained poverty. ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, തിയറിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ആരാണ് ഇങ്ങനെ കമന്റ് ചെയ്തത്? തേർഡ് വേൾഡ് പീപ്പിൾ tend to be portrayed very negatively, സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തേർഡ് വേൾഡ് മൂന്നാംകിട അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സോട് കൂടിയിട്ടാണ് അവർ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അവര് അൺഎക്സ്പ്ലെയിൻഡ് പോവർട്ടിയുടെ പാസീവ് വിക്ടീംസ് ആണ്. എങ്ങനെ കമന്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? പോൾ ഹാരിസൺ, കുൽദീപ് നയ്യാർ, ലൈം കെയ്ൻ, ആന്റണി സ്മിത്ത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ലൈം കെയ്ൻ ആണ്. ലൈം കെയ്ൻ ആണ് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുള്ളത്.
The quote is associated with Lime Kane, a scholar who studied development communication and representation of the third world in media discourse. Development communication theories പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കമന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടിട്ടുള്ളത്. ഇതില് കെയ്ൻ എങ്ങനെയാണ് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. Kane criticized how Western media and development narratives depict third world societies as Western medias എങ്ങനെയാണ് തേർഡ് വേൾഡ് കൺട്രീസിനെ അല്ലെങ്കിൽ തേർഡ് വേൾഡ് സൊസൈറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത് പാസീവ് ആണ്, ഹെൽപ്ലെസ്, വിക്ടിംസ് ഓഫ് പോവർട്ടി, വിക്ടിംസ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് പോവർട്ടി, അങ്ങനെയൊക്കെയാണ് മീഡിയ ഇവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. According to him, such portrayals ignore the agency, resistance, and active participation of people in developing countries. ഈ ആളുകൾ, ഈ തേർഡ് വേൾഡ് കൺട്രിയിലെ ജനങ്ങൾ അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ അതിജീവനം അല്ലെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പ്, പിന്നെ അവരുടെ മറ്റ് ഡെവലപ്പിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെയുള്ള മീഡിയാസ് പോർട്രേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യാണ്. ഈ വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ അവരെ ഇഗ്നോർ ചെയ്യാണ്. ദിസ് ഐഡിയ ഈസ് കണക്റ്റഡ് വിത്ത് ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് വിച്ച് ആർഗ്യൂസ് ദാറ്റ് media from developed nations often construct stereotypical images of the third world. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റീരിയോടൈപ്പ് ആക്കിയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. These portrayals support a dependency narrative. ഏത് തരത്തിലുള്ള നെറേറ്റീവ് ആണ് കൊടുക്കുന്നത്? ഡിപ്പെൻഡൻസി നെറേറ്റീവ് ആണ്. വേർ ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പിയർ ഇൻകേപ്പബിൾ ഓഫ് സോൾവിങ് ദെയർ ഓൺ പ്രോബ്ലംസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇൻകേപ്പബിൾ ഓഫ് സോൾവിങ് ദയർ ഓൺ പ്രോബ്ലംസ്. അങ്ങനെയാണ് വെസ്റ്റേൺ മീഡിയാസ് ഇവരെയെല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത്, തേർഡ് വേൾഡ് കൺട്രീസിനെ, തേർഡ് വേൾഡ് സൊസൈറ്റീസിനെ. Question number 69. Arrange the following in a sequential order beginning from the first. ഒരു 5 സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫാക്ട് തന്നിട്ടുണ്ട്. ആ ഫാക്റ്റിൽ നിന്ന് സീക്വൻഷ്യൽ ഓർഡറിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇയർ അറിഞ്ഞിരുന്നാൽ മാത്രമേ, ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇയർ പഠിച്ചെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫാക്ട്സ് തന്നിരിക്കുന്നതെന്ന്. ഫസ്റ്റ്, US കോപ്പിറൈറ്റ് ലോ ഈസ് പാസ്ഡ്. റീഡേഴ്സ് ഡൈജസ്റ്റ് മാഗസിൻ ഈസ് ലോഞ്ച്ഡ് ഇൻ US. Rotary press is invented in the US. First lending library, the Bodleian, is founded in Oxford University. Then Gentleman magazine is published in England. ഇത് നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ആദ്യം ഒരു റോട്ടറി പ്രസ് ഇൻവെന്റ് ചെയ്തത് US-ലാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രസ് വന്ന് അത് കഴിഞ്ഞിട്ട് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നു, ന്യൂസ് പേപ്പർ വരുന്നു, ലൈബ്രറി വരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് തോന്നും. പക്ഷേ അതെല്ലാം ഒരു കൺട്രീനെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം US ബേസ്ഡ് അല്ല. US കോപ്പിറൈറ്റ് ലോ ഉണ്ട്, റീഡേഴ്സ് ഡൈജസ്റ്റ് US മാഗസിൻ ആണ്, റോട്ടറി പ്രസ് ഇൻവെന്റ് ചെയ്ത കാര്യവും പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ലെൻഡിങ് ലൈബ്രറി, അത് US-ലെ ആണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജെന്റിൽമാൻ മാഗസിൻ പബ്ലിഷ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇതെല്ലാം ഒരു രാജ്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ ഇതിന്റെയൊക്കെ ഇയർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്തിരുന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ബോഡ്ലിയൻ ലൈബ്രറി ഫൗണ്ടഡ് 1602. ആദ്യം വരുന്നത് അതാണ്. ബിക്കോസ് വൺ ഓഫ് ദ ഫസ്റ്റ് മേജർ പബ്ലിക് ലെൻഡിങ് ലൈബ്രറി ഇൻ യൂറോപ്പ്. ആദ്യത്തെ ഫസ്റ്റ് ലെൻഡിങ് ലൈബ്രറിയാണ്, ഫസ്റ്റ് പബ്ലിക് ലെൻഡിങ് ലൈബ്രറിയാണ് ഇത്. യൂറോപ്പിലാണ് ഉള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ദെൻ ജെന്റിൽമാൻ മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത് 1731. ജെന്റിൽമാൻ മാഗസിൻ, ഇത് ജെന്റിൽമാൻ മാഗസിനെ ഫൗണ്ടഡ് ബൈ എഡ്വേർഡ് കേവ്. എഡ്വേർഡ് കേവിൻ്റെതാണ് ജെന്റിൽമാൻ മാഗസിൻ. അപ്പൊ ഈ രണ്ട് പേരുകളും ചേർത്ത്
മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസിഡർഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ജനറൽ മാഗസിൻ. കോപ്പിറൈറ്റ് ആക്ട് ഓഫ് 1790. ഈ US കോപ്പിറൈറ്റ് ആക്ടിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ പറയുന്നതും US ആക്ട്, കോപ്പിറൈറ്റ് ആക്ടിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് കോപ്പിറൈറ്റ് ലോ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രൊട്ടക്ടിങ് ഓതേഴ്സ് വർക്ക്. ഓതേഴ്സിന്റെ വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു കോപ്പിറൈറ്റ് ലോ US കൊണ്ടുവരുന്നത്. റോട്ടറി പ്രസ് ഇൻവെന്റഡ് ഇൻ 1843-46. കോപ്പിറൈറ്റ് ലോ 1970. ദെൻ 1843-46 റോട്ടറി പ്രസ് ഇൻവെന്റ് ചെയ്യുന്നു. ഡെവലപ്ഡ് ബൈ റിച്ചാർഡ് മാർച്ച് ഹോ. റെവല്യൂഷനൈസ്ഡ് മാസ് ന്യൂസ് പേപ്പർ. റിച്ചാർഡ് മാർച്ച് ഹോയാണ് ഈ റോട്ടറി പ്രസ്സിനെ ഇൻവെന്റ് ചെയ്തത്. റീഡേഴ്സ് ഡൈജസ്റ്റ് റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1922 ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഫൗണ്ടഡ് ബൈ ഡേവിഡ് വാലസ് ആൻഡ് ലൈല ബെൽ വാലസ്. ഓക്കെ. Question 70. Given below are two statements. One is labeled as assertion and the other is a reason. Assertion നോക്കാം. Concerns with spirituality, cultural and grassroots organization provides a sharp contrast to modernization and the Marxist schools near exclusive concern with economic systems. ഈ ഒരു അസർഷനിൽ, ഈ ഒരു പ്രസ്താവനയിൽ എന്താണ് പറയുന്നത്? നമ്മൾക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, കൾച്ചറൽ ആൻഡ് ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻ എന്നിവയെ കുറിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു ആശങ്കകൾ എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റിയുടെ ആയാലും കൾച്ചറിൻ്റെ ആയാലും ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻ്റെ ആയാലും അവരെല്ലാം ആശങ്കപ്പെടുന്നത്, കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ provides a sharp contrast to modernization and Marxist schools near exclusive concern with economic systems. ഇത്തരം കാര്യങ്ങളെല്ലാം ഷാർപ്ലി കോൺട്രാസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. എന്തിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട്? ഈ കൾച്ചറും സ്പിരിച്വാലിറ്റിയും ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷനും ഒക്കെ മോഡേണൈസേഷൻ, മാർക്സിസ്റ്റ് സ്കൂൾ, അവരുടെ ഐഡിയാസ്, അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ചില ഐഡിയാസ് ഒക്കെയാണ് ഇവരുടേത്. അപ്പോൾ ഇത് കൂടുതൽ ഇക്കണോമിക് സിസ്റ്റത്തിനൊക്കെയാണ് ഇതിൽ കൺസേൺ ചെയ്യുന്നത്. ഈ മോഡേണൈസേഷനും മാർക്സിസ്റ്റ് സ്കൂളും ഒക്കെ ഇക്കണോമിക് സിസ്റ്റവുമായിട്ടാണ് കൺസേൺ ചെയ്യുന്നത്. അതിന് സ്പിരിച്വാലിറ്റിയോ കൾച്ചറോ ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷനോ ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. അങ്ങനെയാണ് ഒരു അസർഷൻ പറഞ്ഞു വെക്കുന്നത്. ഇനി അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്, ട്രഡീഷണൽ ഫോക്ക് മീഡിയ ഫോംസ് ഓൾസോ ബിക്കെയിം വെഹിക്കിൾസ് ഫോർ പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ. പെർസ്യൂസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആളുകളിലെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ട്രഡീഷണൽ ഫോക്ക് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. അതൊരു വെഹിക്കിളായിട്ട് പ്രവർത്തിക്കുന്നു. wherein modern messages exhorted the audience members wherein modern messages exhorted the audience members to limit the size of their families. ഫാമിലിയുടെ സൈസിനെ ലിമിറ്റ് ചെയ്യുക. live in harmony with the neighbors or lead more healthy lives. ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഫോക്ക് മീഡിയയിലൂടെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ലിമിറ്റ് ദ സൈസ് ഓഫ് ദെയർ ഫാമിലീസ്, ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി, ലീവ് ഇൻ ഹാർമണി വിത്ത് നെയ്ബേഴ്സ് ഓർ ലീഡ് മോർ ഹെൽത്തി ലീവ്സ്, അവരോട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാമാണ് ഈ റീസണിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വെച്ചിട്ട് ഇത് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ കറക്റ്റ് ആണ്. ബട്ട് റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടും കോൺട്രാഡിക്റ്റ് അല്ല, യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അസർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം രണ്ടും ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നില് നമ്മൾ സ്പിരിച്വാലിറ്റി, ഗ്രാസ് റൂട്ട് ലെവൽ, മാർക്സിസ്റ്റ് ഐഡിയോളജി അതിനെ പറ്റിയൊക്കെ പറയുന്നു. മറ്റേതിൽ ട്രഡീഷണൽ ഫോക്ക് മീഡിയ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതില് ഇപ്പോ
ഞാൻ പറഞ്ഞ പോലെ ഇത് ഡിഫറെന്റ് ആണ്. ഡോമിനന്റ് തിയറി ആയിട്ട് ഡോമിനന്റ് തിയറീസ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ തിയറിയും മാർക്സിസ്റ്റ് ഡിപ്പെൻഡൻസി പെർസ്പെക്റ്റീവ്സും ഒക്കെയാണ്. അതുമായിട്ട് മാച്ച് ചെയ്യാത്ത ചില അപ്രോച്ചസ് ആണ് സ്പിരിച്വാലിറ്റി, ലോക്കൽ കൾച്ചർ, ഗ്രാസ് റൂട്ട് പാർട്ടിസിപ്പേഷൻ, അതിൻ്റെയൊക്കെ ഉള്ളത്. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇക്കണോമിക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് മോഡൽസ്, while participatory communication highlight community culture and local knowledge. ഇതില് പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അതിലൊക്കെ വരുന്നത് കമ്മ്യൂണിറ്റി, കൾച്ചർ, ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് റീസൺ ആയിട്ട് പറയുന്നതിൽ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ ഫോംസ് സച്ച് ആസ് ഫോക്ക് തിയേറ്റർ, പപ്പറ്റ്രി, സ്റ്റോറി ടെല്ലിംഗ്, വില്ലേജ് സോങ്സ് എക്സെട്ര have often been used in development campaigns to communicate modern social messages like family planning, health awareness, social harmony. ഇതെല്ലാം ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടുള്ള പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അസർഷനും കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് എക്സ്പ്ലെയിൻസ്, ഡസ് നോട്ട് ഡയറക്ട്ലി എക്സ്പ്ലെയിൻ assertion. Next one, identify the case in which the Supreme Court held that fundamental rights can be amended, but the basic structure of the Constitution cannot be destroyed. നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ അമെൻമെന്റ്, അതിന് മാറ്റങ്ങൾ, ഭേദഗതി വരുത്താനായിട്ട് സുപ്രീം കോർട്ടിന് പറ്റും. അതേസമയം ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഡെസ്ട്രോയ് ചെയ്യാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ ഡെസ്ട്രോയ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്? റോമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, സക്കാൽ പേപ്പർ ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് വൺ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഇത് 1973 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡെലിവേർഡ് ദ ജഡ്ജ്മെന്റ് ഇൻ ദ കേശവാനന്ദ ഭാരതി കേസ്. ഈ ഒരു കേസ് വന്നത് ഏത് ഇയർ ആണെന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കേശവാനന്ദ ഭാരതി കേസ് 1973. The court introduced the basic structure doctrine. The court held that Parliament has the power to amend the Constitution, including fundamental rights. However, Parliament cannot alter or destroy the basic structure of the Constitution. Some elements considered part of the basic structure include supremacy of the Constitution, then rule of law, separation of power, judicial review, ഫെഡറലിസം, സെക്കുലറിസം, ഡെമോക്രസി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരാതെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഭരണഘടനയെ ഭേദഗതി ചെയ്യേണ്ടത്. വാട്ട് ഡസ് ദ ടേം ന്യൂസ് ഹോൾ ഇൻഡിക്കേറ്റ്? ന്യൂസ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The paid space available in newspaper for news and editorial content after the advertisement space is allocated. ന്യൂസും എഡിറ്റോറിയലും കണ്ടന്റിനും ഉള്ള ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമ്മൾ അവിടെ അലോക്കേറ്റ് ചെയ്തിടുന്നു. ന്യൂസ് പേപ്പർ സ്റ്റാക്ക്ഡ് ടുഗദർ ഇൻ എ ന്യൂസ് പേപ്പർ ഓഫീസ്. News and advertisement published on the front page of the newspaper. News published on a particular subject in all daily newspaper. എല്ലാ ദിവസത്തെയും ന്യൂസ് പേപ്പറിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഫസ്റ്റ് വൺ, ന്യൂസ് ഹോൾ ആണ്. അത് അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 73, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ളതും ഇൻകറക്റ്റ് ആയിട്ടുള്ളതുമായ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കുക. സർജൻ ജനറൽസ് റിപ്പോർട്ട് ഈസ് ഓൺ ടെലിവിഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ. സർജൻ ജനറൽ റിപ്പോർട്ട് ടെലിവിഷനെയും സോഷ്യൽ ബിഹേവിയറിനെയും കുറിച്ചുള്ളതാണ്. പീപ്പിൾസ് ചോയ്സ് റിസർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ദ 2-step ഫ്ലോ മോഡൽ.
പീപ്പിൾസ് ചോയ്സ് റിസർച്ച് ആണ് 2-സ്റ്റെപ്പ് ഫ്ലോ മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The EMIC approach in ethnography assigns meaning on the basis of general scientific concept, principles and theories. ഇതിൽ ഈ എമിക് എന്താണ്, എറ്റിക് എന്താണ്, ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ക്ലാസ്സിൽ. ഒരു ക്വസ്റ്റ്യനിലും ഇത് കണ്ടിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നിട്ടും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ആ ഒരു ടേം എന്താണെന്ന് മനസ്സിലാക്കി പോവാം. ഇതിന്റെ സി ഓപ്ഷൻ ഒന്നുകൂടി നോക്കുക. ദ എമിക് അപ്രോച്ച് ഇൻ എത്തനോഗ്രഫി അസൈൻസ് മീനിങ് ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ സയന്റിഫിക് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. ഈ എത്തനോഗ്രഫിയിലെ എമിക് എന്ന് പറയുന്ന അപ്രോച്ച് പൊതുവായ ചില സയന്റിഫിക് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, തിയറീസ് എന്നിവയുടെയൊക്കെ മീനിങ് എന്താണെന്നാണ് പറഞ്ഞു വെക്കുന്നത് എമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി എറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? എറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് എത്തനോഗ്രഫി അപ്രോച്ച് ഇൻ എത്തനോഗ്രഫി അസൈൻസ് മീനിങ് ടു cultural traits and patterns on the basis of the informant's perspective within the internal meaning system of their culture. ഈ ഒരു എത്തനോഗ്രഫി അസൈൻ ചെയ്യുന്ന, എത്തനോഗ്രഫി മീൻസ് ഈ നരവംശാസ്ത്രം എന്നൊക്കെ പറയും, അതിലെ എറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിൽ കൾച്ചറൽ ട്രേറ്റ്സിൽ വരുന്ന cultural traits and patterns on the basis of informant's perspective. ഓരോരുത്തരുടെയും സംസ്കാരത്തിന്റെ ആന്തരികമായിട്ടുള്ള ചില അർത്ഥങ്ങൾ, ആന്തരിക അവസ്ഥയ്ക്കുള്ള ചില വ്യവസ്ഥയ്ക്കുള്ളിലെ ചില ഇൻഫോർമൻസ് പെർസ്പെക്റ്റീവ്സ്, എങ്ങനെയാണ് ഇപ്പൊ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. വിത്തിൻ ദ ഇന്റേണൽ മീനിങ് സിസ്റ്റം ഓഫ് ദെയർ കൾച്ചർ. നമുക്ക് അതിന്റെ നോക്കാം, കൂടുതൽ എക്സ്പ്ലനേഷൻ നോക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി തന്നിട്ടുണ്ട്. ക്രോസ് ലാഗ്ഡ് കോറിലേഷൻസ് ആർ കമ്പ്യൂട്ടഡ് when information about two variables are gathered from the same samples at two different times. ക്രോസ് ലാഗ്ഡ് കോറിലേഷൻ അതിനെ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആ കമ്പ്യൂട്ടഡ് വെൻ ഇൻഫോർമേഷൻ അബൌട്ട് ടു വേരിയബിൾസ് ആ ഗാതേർഡ് ഫ്രം ദ സെയിം സാമ്പിൾ. സെയിം സാമ്പിളിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ ഗ്യാദർ ചെയ്യുന്ന രണ്ട് വേരിയബിൾസിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ്, അത് രണ്ട് ഡിഫറെന്റ് ടൈമിൽ കിട്ടിയ ആ ഒരു രണ്ട് വേരിയബിൾ ആയിരിക്കും. അതിന്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ക്രോസ് ലാഗ്ഡ് കോറിലേഷൻസ്. ആ കമ്പ്യൂട്ടഡ്, അത് കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്തിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു? ഇൻഫോർമേഷൻ അബൌട്ട് ടു വേരിയബിൾസ് ആർ ഗാതേർഡ് ഫ്രം ദി സെയിം സാമ്പിൾസ് അറ്റ് ടു ഡിഫറെന്റ് ടൈംസ്. അപ്പൊ ഇങ്ങനെ തന്നിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഇൻകറക്റ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ 3 എണ്ണമേ കറക്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ. 3 എണ്ണം കറക്റ്റ് ആയാലും നമുക്ക് അറിയാത്ത ചില ടേംസ് വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കണം. അതിപ്പോ നമുക്കറിയാത്ത 2 ടേംസ് ആ സിയും ഡിയും ആയിരുന്നു. ആ സിയും ഡിയും എന്തായാലും കറക്റ്റും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കറക്റ്റ്. എ, ബി ആൻഡ് ഇ അതാണ് കറക്റ്റ് ആൻസർ. എന്നാൽ കൂടി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് പോവാം. Surgeon General's report is on television and social behavior was issued in 1972 in the United States. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. 1972 സർജൻ ജനറൽസ് റിപ്പോർട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അതിൽ സ്റ്റഡി ചെയ്തിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാ? ഇറ്റ് സ്റ്റഡീഡ് ദ എഫക്ട്സ് ഓഫ് ടെലിവിഷൻ, എസ്പെഷ്യലി ടെലിവിഷൻ വയലൻസ് on children and society. അപ്പോൾ so statement A is correct. Then B, People's Choice Research introduced a 2-step flow model. And the book The People's Choice 1944 by Paul Lazarsfeld. ഈ ഒരു ബുക്ക് ആരെല്ലാം ചേർന്നാണ് എഴുതിയിരിക്കുന്നത്? പോൾ ലാസേഴ്സ്ഫെൽഡ്, ബെർണാഡ് ബെറിൽസൺ, ഹേസൽ ഗോഡറ്റ് studied the 1940s US presidential election. US presidential ഇലക്ഷന്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ട് പീപ്പിൾസ് ചോയ്സ് എന്ന പേരിൽ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് പോൾ ലാസേഴ്സ്ഫെൽഡും ബെർണാൾഡ് ബെറിൽസണും ഹേസൽ ഗോഡറ്റും ചേർന്നിട്ടാണ് 1940
1940 US ഇലക്ഷന്റെ ബേസിൽ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണ്. ഫ്രം ദ സ്റ്റഡി കെയിം ഫ്രം ദ 2-step ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിലൂടെയാണ് അവർ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. where media influence flows first to opinion leaders and then to public. നമ്മൾ 2-step flow തിയറി ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബി ഇസ് കറക്റ്റ്. ദെൻ emic approach in ethnography assigns meaning the basis of a general scientific concept. emic അപ്രോച്ചിൽ പറയുന്നത് ഇത് രണ്ടും നരവംശ ശാസ്ത്രത്തിൽ പറയുന്ന ചില അപ്രോച്ചസ് ആണ്. അതാണ് ഇതിൽ എത്നോഗ്രഫി അസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എമിക്കിൽ പറയുന്നത് ഇൻ എത്നോഗ്രഫി എമിക് അപ്രോച്ച് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ ഫ്രം ദ ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അവരുടെ അകത്തുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നത് കണ്ട് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് സി സേസ് മീനിങ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ സയന്റിഫിക് തിയറീസ് വിച്ച് ആക്ച്വലി ഡിസ്ക്രൈബ്സ് എ എത്തിക് അപ്രോച്ച്. നമ്മളുടെ ഉള്ളിലുള്ള ആന്തരാർത്ഥങ്ങളെ നമ്മളുടേതായിട്ടുള്ള ഓരോ കൾച്ചറിലും ജീവിക്കുന്നവരുടെ ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. അതേ കുറിച്ചിട്ടാണ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറയുന്നത് ജനറൽ സയന്റിഫിക് തിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിച്ച് ആക്ച്വലി ഡിസ്ക്രൈബ്സ് ദ എത്തിക് അപ്രോച്ച്. അതിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. സോ സി സ്റ്റേറ്റ്മെന്റ് ഡിയിൽ പറയുന്നത് ദ എത്തിക് അപ്രോച്ച് അസൈൻസ് മീനിങ് ബേസ്ഡ് ഓൺ ഇൻഫോർമൻസ് പെർസ്പെക്റ്റീവ്. Ethic approach means outsiders or researchers analytical perspective. ഇതിൽ നമ്മൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എത്തിക് അപ്രോച്ച് അസൈൻസ് മീനിങ് ബേസ്ഡ് ഓൺ ഇൻഫോർമൻസ് പെർസ്പെക്റ്റീവ്സ് എന്നാണ്. ഇതില് നമുക്ക് ഇൻഫോർമേഷൻ തരുന്നത് ആരാണോ ആ ഇൻഫോർമൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് കാര്യങ്ങളെ ആ ഒരു പെർസ്പെക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഓരോന്നിനെയും മീൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ആ ഒരു സ്റ്റേറ്റ്മെന്റേ തെറ്റാണ്. എത്തിക് അപ്രോച്ച് മീൻസ് ഔട്ട്സൈഡേഴ്സ് റിസർച്ചേഴ്സ് അനലൈറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് കറക്റ്റ്. ഇവിടെ തന്നിട്ടുള്ളത് ഇൻഫോർമൻസ് പെർസ്പെക്റ്റീവ് എന്നാണ്, ഇൻഫോർമൻസ് പെർസ്പെക്റ്റീവ്. പക്ഷെ ആക്ച്വലി ഇത് റിസർച്ചേഴ്സ് ഓർ അനലൈറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. This statement describes the informant's internal cultural meaning which is actually emic. അത് ശരിക്കും എമിക്കിലാണ് വരുന്നത്, അല്ലാതെ എത്തിക്കലല്ല. സോ സ്റ്റേറ്റ്മെന്റ് ഡി ഈസ് ഇൻകറക്റ്റ്. ദെൻ ഇ cross-lagged correlations. Cross-lagged correlation is used in panel studies. പാനൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ക്രോസ് ലാഗ്ഡ് കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് അനലൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് മെഷേർഡ് ഇൻ ദ സെയിം സാമ്പിൾ അറ്റ് ടു ഡിഫറെന്റ് ടൈംസ് ടു ഇൻഫർ കാഷ്വൽ ഡയറക്ഷൻ. നമ്മൾ രണ്ട് ഡിഫറെന്റ് ടൈമിൽ എടുത്ത ടു ഡിഫറെന്റ് വേരിയബിൾസിനെ വെച്ചുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് ക്രോസ് ലാഗ്ഡ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് പാനൽ സ്റ്റഡീസിലാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഇ ഇസ് കറക്റ്റ്. സോ ഇതിൽ സിയും ഡിയും ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. എമിക് ഇൻസൈഡർ വ്യൂ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ മെമ്പേഴ്സിന്റെ വ്യൂ. എത്തിക് ഔട്ട്സൈഡർ ഓർ സയന്റിഫിക് അനാലിസിസ്. കറക്റ്റ് ആൻസർ എ, ബി ആൻഡ് ഇ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 7 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പലതിനും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് നോക്കാം. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.